ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഉള്ള സപ്പോർട്ടോട് കൂടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആഭ്യന്തരത്തിൽ വരുന്ന വീഴ്ചകളാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് കാരണമായിട്ട് പറയുന്നത്, വന്ന വീഴ്ചകൾ. അപ്പം ആരാ ചെയ്തത് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോ വെറും ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമല്ല, അതിനെല്ലാം പുറമെ ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ നേരത്ത് സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത ചിലത്, അതിനെക്കുറിച്ചാണ് എനിക്കിത് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്തായാലും ആദ്യം തന്നെ ഒരു ചോദ്യത്തിൽ നിന്നുമാകാം. അതായത് ചോദ്യം ഇതാണ്: സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വിശ്വാസികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണോ കേന്ദ്ര സർക്കാർ മുമ്പോട്ട് പോകുന്നത്? അതുപോലെ പഹൽഗാമിലെ സംഭവങ്ങൾ പോലും രാഷ്ട്രീയ തന്ത്രമായിരുന്നു? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആത്മാർത്ഥമായി തന്നെ മറുപടി തരണം. ഇനി എന്റെ ഉത്തരത്തിലേക്ക് വരാം. ഒരിക്കലും പഹൽഗാം വിഷയത്തെ നമ്മൾ മതപരമായോ ജാതീയപരമായോ എന്തിന് രാഷ്ട്രീയപരമായി പോലും കാണരുത്. അതിന് കാരണം ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മൾ ഇന്ത്യക്കാരാണ്. ഒരു വരത്തിനെയും അതിർത്തിക്കപ്പുറത്തു നിന്നും രക്തം ചിന്തിക്കാനായി ഇങ്ങോട്ട് കടത്തരുത്, അതിന് നമ്മളായി വഴിവെട്ടരുത്. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം, എൻ്റെ ഒരു സുഹൃത്ത് പഹൽഗാം വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാറ്റസ് ഇട്ടു വാട്സപ്പിൽ. നമ്മുടെ രാജ്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ ഒരു ഉള്ളടക്കം. അത് കേട്ടപാടെ സത്യത്തിൽ എനിക്ക് രോഷമാണ് തോന്നിയത്. പക്ഷെ അങ്ങനെ എനിക്ക് പ്രതികരിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഞാൻ മാന്യമായി തന്നെ താങ്കൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. അതിനവർ മറുപടി തന്നത് നമുക്കൊന്ന് കേൾക്കാം. ഇതാരാ ചെയ്തത് എന്നുള്ളത് ഇതുവരെ തെളിഞ്ഞിട്ടില്ലല്ലോ. പാകിസ്ഥാൻ ഇതുവരെ അത് ഏറ്റെടുത്തിട്ടില്ല. അപ്പം ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് നമ്മൾ ഈ രാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ഉള്ള സപ്പോർട്ടോട് കൂടി തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആഭ്യന്തരത്തിൽ വരുന്ന വീഴ്ചകളാണ് ഇതിന് ഏറ്റവും കൂടുതലായിട്ട് കാരണമായിട്ട് പറയുന്നത്, വന്ന വീഴ്ചകൾ. അപ്പം ആരാ ചെയ്തത് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. അപ്പോൾ പുൽവാമ അറ്റാക്ക്, എത്ര പട്ടാളക്കാരെയാണ് അന്ന് കൊന്നു തള്ളിയത്. അതും ഭീകരരല്ലല്ലോ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ പോയതല്ലേ. അത് കുറച്ച് കഴിയുമ്പം അങ്ങനെ തെളിഞ്ഞു വരും, അത്രയേ ഉള്ളൂ. ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പോൾ ഹിന്ദുക്കളത് മാത്രമാണെന്ന് ഒരു ഭാഗം പഠിപ്പിക്കുമ്പം ഇവിടെ എല്ലാവരും കൂടിയാണെന്ന്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു സെക്യുലർ കൺട്രി അല്ലേ, ഒരു മതേതര രാജ്യം എന്ന് പറയുമ്പം എല്ലാ മതക്കാർക്കും ഒരേപോലെ അവകാശങ്ങളുള്ള ഒരു രാജ്യം. അവിടെ നിന്ന് ഒരു കൂട്ടരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം നമ്മളെ കേരളത്തിൽ മാത്രമല്ലേ സമാധാനത്തിൽ മുസ്ലിങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുള്ളൂ. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ധൈര്യത്തിലാണ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാനും പോലും പേടിയാണ്. പേര് ചോദിച്ചും തൊപ്പി കണ്ടാലൊക്കെ കൊല്ലുന്നത് ട്രെയിനിൽ വെച്ചൊക്കെ നമ്മൾ നിരന്തരം കാണുന്നില്ലേ എത്രങ്ങാനും ന്യൂസുകൾ. എവിടെയെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ കയറിയിട്ട് അറ്റാക്ക് ചെയ്തത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതാ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ എന്താന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. എനിക്കൊരു രാഷ്ട്രീയവും ഇല്ല കേട്ടോ. ഞാൻ കോൺഗ്രസും അല്ല, മാർക്സിസ്റ്റും അല്ല, BJP അല്ല, ഒന്നുമല്ല. ഒരു ഇന്ത്യക്കാരി എന്നുള്ള നിലക്ക് ഉള്ള അഭിപ്രായം മാത്രം. ശരിക്കും സുരക്ഷയിൽ വന്ന വീഴ്ചയല്ലേ. 2 ലക്ഷത്തോളം പട്ടാളക്കാരുണ്ട് നമ്മൾ അതിർത്തിയിൽ. ഇവരൊക്കെ എന്തെടുക്കായിരുന്നു? പാകിസ്ഥാനിൽ നിന്നും ഈ പറഞ്ഞ പോലെ പറന്നു വന്നതല്ലല്ലോ വിമാനത്തിൽ. ആഭ്യന്തരത്തിൽ വന്ന വീഴ്ച, അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് അവർ അനുവദിച്ചിട്ട് ചെയ്തത്. ബീഹാറിലെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയുമോ? ബീഹാറിലെ ഇലക്ഷനെ സംബന്ധിച്ച് അദ്ദേഹം ഇവിടെ നിന്ന് സൗദിയിൽ നിന്ന് വന്നിറങ്ങിയിട്ട് നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ ആർമാദിക്കുകയായിരുന്നു. അത് ആ സമയത്താണ് ഇന്ത്യക്കാർ കുറച്ച് പേര് വെടിയേറ്റ് മരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ മതത്തിന്റെ പേര് പറഞ്ഞ് കൊല്ലുന്നവർക്കൊക്കെ ഒരു മതം തന്നെയുള്ളൂ, അതൊക്കെ തീവ്രവാദം. അതിന് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒക്കെ കണക്കാം. നമ്മളെ രാജ്യത്തിനെ ആദ്യം നമ്മൾ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഇവിടുന്ന് മുസ്ലിങ്ങളൊക്കെ ഇവിടുന്ന് നാട് വിട്ട് പോകണമെന്ന് പറയുന്നതിൽ എന്താർത്ഥം ഉള്ളത്? അവരെ അപ്പനപ്പൂപ്പന്മാരൊക്കെയും ഇവിടെ ജനിച്ചു വളർന്നവരല്ലേ. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടോണം എന്ന് പറയുന്നതിൽ എന്താർത്ഥം? യാഥാർത്ഥ്യങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ അങ്ങനെയല്ലോ. ഈ ഒരു മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അതീവ ദുഃഖമാണ് തോന്നിയത്. നമ്മുടെ മാതൃരാജ്യത്തെ ശത്രുക്കൾ ഇങ്ങോട്ട് കയറി ആക്രമിക്കുന്ന നേരത്ത് നമ്മളിവിടെ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ പരസ്പരം പോരടിക്കുന്നത് എത്ര പരിതാപകരമാണ് അല്ലേ? ഇവിടെ ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതല്ലേ? ഇവിടെ എൻ്റെ ഈ സുഹൃത്ത് ഒരു ഇസ്ലാം വിശ്വാസിയാണ്. അത് സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അവർ നമുക്കിവിടെ ഒരു കാരണവശാലും കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ചുറ്റുപാടിൽ നിന്ന് അവർ കേൾക്കുന്നതും കാണുന്നതുമാണ് ഇതൊക്കെ തന്നെ. എന്ന് വെച്ച് എല്ലാവരും ഇങ്ങനെയാണെന്നല്ല. രാജ്യസ്നേഹം കൊണ്ട് തൻ്റെ 2 മക്കളെയും സേനയിലേക്ക് അയച്ച 5 നേരം നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം വിശ്വാസിയായ വാപ്പയെ എനിക്കറിയാം. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ചുറ്റുപാടുകളുടെ കുഴപ്പമാണ് ഇതെല്ലാം. ഇവിടെ ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ ഇസ്ലാമാണ് ഈ നടക്കുന്നതിനെല്ലാം കാരണമെന്ന്?
ഒരിക്കലുമില്ല. ഇതിനെല്ലാം കാരണം നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലെ അവർ തന്നെ പോറ്റി വളർത്തുന്ന ഭീകര സംഘടനകളാണ്. അവരെയാണ് നമ്മൾ ഇനി വേരോടെ പിടിതു മാറ്റേണ്ടത്. അത് മാറ്റുകയും ചെയ്യും, സംശയമേ വേണ്ട. ഇവിടെ ഈ സഹോദരി സംഭവത്തെ പാകിസ്ഥാൻ ഏറ്റെടുത്തിട്ടില്ല എന്നും കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP ഏർപ്പാടാക്കിയ ആളുകളാണ് ഇതിന് പിറകെ എന്നൊക്കെയാണ് പറയുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ സംഘത്തിൽ പാകിസ്ഥാനിലെ ഒരു കമാൻഡോ ഉദ്യോഗസ്ഥനടക്കമുണ്ട്. പിന്നെ അതുപോട്ടെ, എന്തൊക്കെ ആയാലും ഒരിക്കലും നമ്മുടെ രാജ്യത്ത് ഈ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ സ്വയം ചളി വാരി തേക്കുകയാണോ വേണ്ടത്? ഇത് നമ്മുടെ മണ്ണാണ്, നമ്മുടെ രാജ്യമാണ്. ഇവിടെ ഒരുത്തനെയും കയറി നിരങ്ങാൻ നമ്മളായിട്ട് അനുവദിച്ചുകൂടാ. നമ്മുടെ ഇത്തരത്തിലുള്ള ചിന്തകളാണ് അവർക്കുള്ള വളം. ഒരു ഷഹബാസ് ഷെരീഫിന്റെയും കൂലിപ്പട്ടാളങ്ങൾക്ക് നമ്മുടെ ചിന്താഗതികൾ വഴിയൊരുക്കരുത്. അതുകൊണ്ട് ഈ വക ചിന്തകളൊക്കെ മാറ്റിവെക്കണം. അതായത് നമ്മുടെ മതവും ജാതിയും ഒക്കെ എടുത്ത് കാട്ടിൽ കളയൂ. നമ്മൾ ഇന്ത്യക്കാരാണ്, ഒറ്റക്കെട്ടാണ്. ഇനി നമുക്ക് മുസ്ലിം സമുദായത്തിലേക്ക് വരാം. എന്റെ സുഹൃത്തുക്കളടക്കം ഒരുപാട് പേരെ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ പലരും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവരുടെ പള്ളികളിലും മറ്റും മോദി സർക്കാരിന്റെ BJPയുടെ ഒക്കെ തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ക്യാപ്സ്യൂളുകൾ ഒരുപാട് വിതരണം ചെയ്യുന്നുമുണ്ട്. പോരാത്തതിന് ന്യൂനപക്ഷ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് വളം വയ്ക്കാൻ രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ ഇതിലൊന്നും വീഴരുത്. രാഷ്ട്രബോധമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇന്ത്യക്കാരാണ്. ലോകത്ത് മറ്റേത് രാജ്യത്തിലാണ് ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും സിഖ് മതവിശ്വാസിയും എന്നിങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര മതങ്ങൾ ഒത്തുചേർന്ന് ഇത്ര സന്തോഷത്തോടെ ജീവിക്കുന്ന രാജ്യമുള്ളത്? നമ്മുടെ അഭിമാനമാണ് വൈവിധ്യമാർന്ന നമ്മുടെ സംസ്കാരം. ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും അവിടെ ഒരുപാട് നന്മകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതെല്ലാം തിരിച്ചറിഞ്ഞ് നമ്മുടെ സൈനികർക്ക് ശക്തി പകർന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒത്തുചേർന്ന് നിൽക്കുക. മനുഷ്യനെ വളർത്തിയതും ഇന്ന് തഴയുന്നതും മതം തന്നെയാണ്. അതിന് രണ്ട് വശങ്ങളുണ്ട്, ഓർമ്മിക്കുക. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.